സർ, ഇന്നത്തെ പത്രങ്ങൾ കണ്ടോ? മിക്ക പതിപ്പം ഇത് മലയാള മനോരമയാണ്. എല്ലാ പത്രങ്ങളിലും മോദിയും നമ്മുടെ ഈ ഇന്ത്യ പാക് സംഘർഷങ്ങളും പിന്നെ മുഖം തകർത്ത് മൃഗീയത, മറ്റേ അഡ്വക്കേറ്റ് പെൺകുട്ടിയെ സീനിയർ അഭിഭാഷകൻ അടിച്ചതും, അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മിക്ക പത്രങ്ങളുടെയും ഒരു മുഖപ്രസംഗമായിട്ടൊക്കെ അല്ലെ അതിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ വരുന്നത്. പക്ഷേ ദേശാഭിമാനിയിലെ വാർത്ത സാറ് കണ്ടോ? കോൺഗ്രസിനിട്ടുള്ള കൊട്ടാണ്, ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ദേശാഭിമാനി മാത്രം ഇത്ര എടുത്തു പറയാൻ എന്താ കാര്യം? അല്ല, കൃത്യമായിട്ട് അവരുടെ ഒരു മെയിൻ ഹെഡിങ്, എന്തോരം വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേശാഭിമാനിയുടെ ഒരു മെയിൻ തലക്കെട്ട് തന്നെ കോൺഗ്രസിനിട്ടുള്ള പണിയാണല്ലോ. നമ്മൾ ആദ്യം വായിക്കേണ്ട പത്രം ദേശാഭിമാനിയാണ് കേട്ടോ. എല്ലാവരും പല വീടുകളിലും അതിൻ്റെ ചുളുക്ക് പോലും അഴിയുന്നില്ല. ചോറ് പൊതിയാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം എന്നാണ്. പിന്നെ പത്രം വായിച്ച് രോമാഞ്ചം കൊണ്ടിരിക്കണം. ഈ പത്രത്തിന് എനിക്ക് തോന്നുന്നു ഒളിഞ്ഞു നോട്ടമാണ് കൂടുതലുള്ളത് കേട്ടോ. ഇപ്പോൾ ഹൈക്കമാൻഡിനെയാണ് പിന്നെ ധിക്കരിച്ച് 4 മുൻ KPCC പ്രസിഡന്റുമാർ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് എത്തിയില്ല. എത്തിയവരൊക്കെ തന്നെ അതിനകത്ത് വിമർശനവും കൂട്ടയടിയും കൊള്ളിച്ചുകൊണ്ടുള്ള വർത്തമാനവും ഒക്കെയാണ് നടത്തിയത് എന്നാണ് വലിയ തലക്കെട്ട്. CPM കോൺഗ്രസിനെ ഇട്ടടിക്കാനുള്ള വലിയൊരു ഒരു സ്നേഹമാണത് കാണിക്കുന്നത്. ഇവരെ നന്നാക്കിയെടുക്കാനുള്ള ഒരു പത്രമായിട്ട് ദേശാഭിമാനി മാറുകയാണോ എന്ന് സംശയമുണ്ട്. അല്ലേ, ഇന്നലെ പല സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കെ സുധാകരൻ BJPയിലോട്ട്, പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ഇന്ന് AICCയുടെ എന്തോ ഇതങ്ങാണ്ട് മീറ്റിംഗ് എന്തോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കെ സുധാകരൻ പോകുന്നില്ല, അത് ബഹിഷ്കരിച്ചു. ഇത്തരത്തിലുള്ള പല മാധ്യമങ്ങളും, ഒരുപക്ഷെ CPMൻ്റെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഇത്തരത്തിൽ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൻ്റെ കാരണം? അതിന് തക്ക മറുപടി ഇന്നലെ രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ അത് കണ്ടായിരുന്നു? രാഹുൽ പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ, ഇത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബഹിഷ്കരിക്കുക, അത് ഇങ്ങനെ പോവുക, മാധ്യമങ്ങൾക്ക് വേറൊരു പണിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് നല്ലൊരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇതെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ MA ബേബിയും അല്ലെങ്കിൽ തൊട്ട് പുറകിലോ നിന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ എത്ര പേര് ഒരുമിച്ച്, അതായത് ഈ CPMലായാലും BJPയിലാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ നിങ്ങൾക്ക് എത്ര കിട്ടും? അല്ല, ഞാൻ ഇപ്പം ദേശാഭിമാനി ഈ വിഷയം എഴുതിയതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, യോജിപ്പേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ പറ. രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിൻ്റെ ഈ കണ്ണിയിലുള്ള ആളല്ലേ. പക്ഷേ ഈ രാജ്യത്ത് അതിപ്രധാനമായിട്ടുള്ള വാർത്തകളൊക്കെ ദേശാഭിമാനി തമസ്കരിച്ചിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയുള്ള വാർത്തയ്ക്ക് മുൻതൂക്കം കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കോൺഗ്രസിനകത്ത് അവിടെ തമ്മിലടി തന്നെ ആയിരുന്നു. പുറമേ വലിയ ആഹ്ലാദത്തോടു കൂടി എല്ലാവരും എത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പം സുധാകരൻ ഹൈക്കമാൻഡ് അങ്ങോട്ട് പോകുന്നില്ല. സുധാകരൻ അനാരോഗ്യ പ്രശ്നം, അനാരോഗ്യമെന്ന് പറഞ്ഞല്ലേ മാറ്റിയത്. അപ്പോൾ ഈ ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് നരേന്ദ്രമോദി പഞ്ചാബ് അതിർത്തിയിൽ ആദംപൂർ വ്യോമതാവളത്തിൽ സൈനികരോടൊപ്പം നിൽക്കുന്നതൊക്കെയാണ് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ലോകമാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ദേശാഭിമാനിക്ക് എന്താ? അപ്പോൾ ദേശാഭിമാനി ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? ഈ എന്തിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ഈ പഞ്ചാബ് അതിർത്തിയിൽ പോയത് തന്നെ? അവിടെ പാകിസ്ഥാന് ലോകത്തിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് മറ്റ് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ഒക്കെ കെഞ്ചി നരേന്ദ്രമോദിയോടെ പറയൂ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആവശ്യപ്രകാരമാണ് വെടിനിർത്തലുണ്ടായത്. അപ്പോൾ എന്നിട്ട് അവരവിടെ ലഡ്ഡു വിതരണവും മധുരപലഹാര വിതരണവും നടത്തി വലിയ ആഘോഷം നടത്തുകയാണ്. എന്ത്? ഇന്ത്യയുടെ പല താവളങ്ങളും സൈനിക താവളങ്ങളെ അറ്റാക്ക് ചെയ്തു, അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പാക് ജനതയെ കബളിപ്പിക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയക്കാരും സേനയും കൂടി ചേർന്നുകൊണ്ട്.
അപ്പോൾ അത് വ്യക്തമാക്കി കൊടുക്കാൻ ഇനി അവരുടെ പാക് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് ഇനി ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് ദേശാഭിമാനി പോലുള്ള മാധ്യമങ്ങൾ മോദിജിക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെ യുദ്ധസമയം അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യത്തിൽ ഒന്നിച്ചു നിന്നു. ഇനി അങ്ങോട്ട് ചിലപ്പോൾ രാഷ്ട്രീയ വൈര്യം രൂപപ്പെട്ടു വരും, എന്നിട്ട് ചേരിതിരിഞ്ഞുള്ള അറ്റാക്ക് ഉണ്ടാകും. അത് മുൻകൂർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇവിടേക്ക് പോയത്. കാരണം അവിടെ ചെന്ന് ബോധ്യപ്പെടുത്തണം ഇവിടുത്തെ വ്യോമതാവളത്തിനോ അല്ലെങ്കിൽ മറ്റ് സൈനിക താവളങ്ങൾക്കോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ദേശാഭിമാനിക്ക് എന്താ ആ വാർത്ത കൊടുത്താൽ നടന്ന കാര്യമല്ലേ അത്? എല്ലാ പത്രങ്ങളും അതല്ലേ കൊടുത്തിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സൈനികരോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം. സാധാരണ എല്ലാ കൊല്ലവും ദീപാവലി സമയത്ത് അദ്ദേഹം സൈനികരുമായിട്ട് സമയം ചെലവഴിക്കാറുണ്ട്. സൈനികർക്ക് മധുരപലഹാരം വിതരണം ചെയ്യാറുമുണ്ട്. അത് 2014 മുതൽ ഇങ്ങോട്ട് കാണുന്നതാണ്. എല്ലാ കൊല്ലവും എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് അദ്ദേഹം എത്തും. ഇവിടെ ഈ ഇന്നലെ നടന്ന സംഭവം എന്തുകൊണ്ട് ദേശാഭിമാനി മറച്ചു വെച്ചു? അതിനപ്പുറം കോൺഗ്രസിൻ്റെ ഈ അതിനകത്തുണ്ടായിട്ടുള്ള അത് ശരിയാണ്, അത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ദേശാഭിമാനി എഴുതട്ടെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ലോകതലത്തിൽ വലിയ ശ്രദ്ധേയമായ വാർത്തകൾ ഒന്നിലധികം ഉണ്ടായിരുന്നു. മറ്റു പത്രങ്ങളെല്ലാം ചെയ്ത് എന്താണെന്നറിയാം, ഇപ്പം മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ, കേരളകൗമുദി എന്നുള്ള ആ തലക്കെട്ടിലോടുകൂടി താഴെ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത കൊടുത്തു, ഇന്ത്യ പാക് അതിർത്തിയിലെ പ്രശ്നങ്ങൾ. അതിന് തൊട്ടടുത്ത പേജിൽ ഇതേ 1-ാം പേജ് ഡിസൈൻ തന്നെ ആ പത്രത്തിൻ്റെ തലക്കെട്ട്, ആ പത്രത്തിൻ്റെ പേര് പുതിയ മാർപ്പാപ്പ, അതും കൊടുത്തു. പുതിയ മാർപ്പാപ്പ വന്നു എന്നുള്ളത് അതിപ്രധാനമായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ രണ്ട് പേജുകളും 1-ാം പേജിന് തുല്യമായിട്ട് തന്നെ പത്രങ്ങൾ എടുത്തു. ഇത് മാറിയ ഒരു പത്രപ്രവർത്തന രീതിയാണ്, പത്രത്തിൻ്റെ ഒരു ശൈലിയാണ്. ചില പത്രങ്ങൾ 3-ാമതും കൂടി അങ്ങനെ മനോരമ അത്തരത്തിൽ കൊടുത്തു. അവിടെ എന്നിട്ട് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നു, അത്തരത്തിലുള്ള വാർത്തകളിലേക്കും വരികയും ചെയ്തു. ഇന്നിപ്പോൾ ദേശാഭിമാനി കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ കോൺഗ്രസുമായിട്ട് ദേശീയ തലത്തിൽ തോളോട് തോളൊരുമി നിൽക്കുന്നവരല്ലേ? ആണല്ലോ. പിന്നെന്താണ് ദേശാഭിമാനി ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്? കോൺഗ്രസിൽ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ദളിത് വിഭാഗത്തിൽ നിന്ന് KPCC പ്രസിഡന്റുമാരാരും തന്നെ അധികാര സ്ഥാനത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസിനകത്ത് കലാപം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് എത്ര കൊല്ലമായി MP ആയിട്ടിരിക്കുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, അങ്ങനെയൊക്കെ ഇരുന്ന് ഇനി അദ്ദേഹത്തിന് എന്താ വേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം അല്ലേ? അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പം ദേശാഭിമാനിയെ ആ വാർത്ത എഴുതിയതിൽ കുറ്റപ്പെടുത്തുന്നില്ല. അതിനപ്പുറമുള്ള വാർത്ത മോദിയെ മറയ്ക്കാൻ വേണ്ടി കേരളത്തിലെ അപ്പോൾ എന്താണ് BJP അനുകൂലികളൊക്കെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിനെ തല്ലുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ട് ആ ഒരു സൈഡിൽ നിന്നൊരു പ്രീതി കൂടിയാണോ ദേശാഭിമാനി പറ്റിയിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.